പാലക്കാട് കസ്ബ പോലീസ് പൊറോട്ട കള്ളൻ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 10-20 വർഷമായി കേരളത്തിലും തമിഴ്നാട്ടിലും നിരന്തരം മോഷണം നടത്തുന്ന വ്യക്തിയാണ് ശിവകുമാർ. തമിഴ്നാട് മാർത്താണ്ഡ സ്വദേശിയാണ്. അദ്ദേഹം അവിവാഹിതനാണ്. ഇപ്പോൾ 48 വയസ്സുണ്ട്. 20 വർഷം ആയി നിരന്തരം മോഷണം തന്നെയാണ്. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കില്ല. കാരണം കുടുംബമൊന്നുമില്ലല്ലോ. എല്ലായിടത്തും കയറിയാൽ കിട്ടുന്ന പൈസ മോഷ്ടിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ പാലക്കാട് കസ്ബ പോലീസ് സ്റ്റേഷനിലെ അതിർത്തിയിൽ കഴിഞ്ഞ മെയ്യിൽ അവിടെ 21-ാം തീയതി അവിടെ ഒരു ഹോട്ടലിൻ്റെ പിന്നിൽ വാതിൽ അടിച്ച് പൊളിച്ച് അകത്ത് കയറി. അകത്ത് കയറിയിട്ട് 25,000 രൂപയും കിട്ടി. ഒരു മൊബൈൽ ചാർജറുണ്ട്, അതും എടുത്തു. കാരണം മൊബൈൽ ഉള്ളതുകൊണ്ട് അത് ആവശ്യം വരുമല്ലോ, അതുകൊണ്ട് അതും എടുത്തു. അത് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. അവിടെ നോക്കിയപ്പം റെഫ്രിജറേറ്റർ തുറന്ന് നോക്കിയപ്പോൾ ചപ്പാത്തി ഇഷ്ടം പോലെ. ചപ്പാത്തി ഇല്ല, പൊറോട്ടയുണ്ട്. ചപ്പാത്തി ഉണ്ടെങ്കിലും പുള്ളി എടുക്കില്ല. പൊറോട്ടയാണ് ഏറ്റവും പുള്ളിക്ക് ഇഷ്ടമുള്ള സ്വാദേറിയ ഭക്ഷണം. എവിടെ പോയാലും പൊറോട്ട വാങ്ങിച്ച് കഴിക്കും. അവിടെ പൊറോട്ട കണ്ടപ്പം അതെടുത്ത് ചൂടാക്കി പിടിച്ചിട്ടുണ്ടായിരുന്ന ബീഫ്, കാളയിറച്ചി, അത് നല്ല ചൂടാക്കി അതും ഇത് രണ്ടും കൂടെ ചേർന്ന് വയറ് നിറയെ മുഷ്ടാന്ന് കഴിച്ചു. ആശ്വാസമായി. പോകാൻ സമയമായി. ആ സമയത്ത് നോക്കിയപ്പോഴാണ് മുകളിലെ ഹോട്ടലിൻ്റെ ഒരു മുതലാളി ഇരിക്കുന്നത്. അതിനടുത്ത് മുതലാളി നോക്കിക്കൊണ്ടിരിക്കുന്നു. CCTV എല്ലാം റെക്കോർഡ് ചെയ്തു. സംഗതി കുഴഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി ഓടി. കാരണം പിടി വീണത് തന്നെ. ഇനി ആളെ കിട്ടത്തില്ല, ഇയാളെ പിടിക്കാൻ കഴിയില്ല പോലീസിനെന്നാണ് പുള്ളിക്ക് തന്നെ അറിയാം. കാരണം വസതിയില്ല, വീടില്ല, കുടുംബമില്ല. 2 സ്റ്റേറ്റിലും മാറി മാറി നടന്നുള്ള മോഷണമാണ്. എത്ര ദൂരം വേണമെങ്കിലും നടക്കും. ഇവിടെ ഇത് കഴിച്ചിറങ്ങി ഓടി പോകുന്ന വഴിക്ക് അവിടെ ഒരു വർക്ക്ഷോപ്പ് ചന്ദ്രനഗറിൽ, അവിടെ കൂടെ ഒന്ന് കയറി. അവിടെ ഓഫീസ് മുറിയിൽ ഇരുന്ന ഒരു 6,000 രൂപയുടെ കിട്ടി. ഈ ഒരു സംഭവം നടന്ന് മെയിലാണെങ്കിലും 6-8 മാസം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നിരന്തരമായിട്ട് ഇങ്ങനെ മോഷ്ടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മദ്യം കഴിക്കും, ലഹരി കഴിക്കും, സ്ത്രീ വിഷയമൊക്കെ ഉണ്ട്. അതാണ് പുള്ളി സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമായിരിക്കാം, ആർക്കും നമ്പർ അറിയില്ല, പലരുടെയും പേരിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലെ ആയിരിക്കാം. എന്തായാലും അത് ഉപയോഗിച്ച് അധികം പേരെ ഒന്നും വിളിക്കില്ല. ഞാൻ ഈ മാർത്താണ്ഡത്തിനടുത്ത് ആണ് ശിവകുമാറിൻ്റെ ഈ കള്ളൻ്റെ വീട്. അതിനടുത്ത് നേരത്തെ ഒരു കള്ളനെ പിടിച്ചപ്പം അയാൾ ഏത് വീട്ടിൽ ചെന്നാലും ശരി നഗ്നനായിട്ടാണ് വീട്ടിൽ കയറി മോഷിക്കുന്നത്. അത് ഞാൻ സഫാരി ചാനലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ മാർത്താണ്ഡത്തുള്ള ഒരു കള്ളനാണ്. എവിടെ പോയാലും എല്ലാം വിവസ്ത്രനായിട്ടേ വീടിനകത്ത് കയറുള്ളൂ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളിറങ്ങി ഓടേണ്ടി വന്നാൽ വീട്ടുടമ മറ്റു ചില കാര്യങ്ങളൊക്കെ സംശയിക്കാം, കേസ് കൊടുക്കാൻ മടിക്കും. അതാണ് ഞാൻ പുള്ളിയെ ചോദ്യം ചെയ്തപ്പം മനസ്സിലാക്കിയത്. ഇവിടെ എവിടെ പൊറോട്ട ഉണ്ടെങ്കിലും ആ പൊറോട്ട മോഷണ സ്ഥലത്തുണ്ടെങ്കിൽ ചൂടാക്കി കഴിക്കുന്ന ഒരു പ്രകൃതം ഈ കള്ളനുണ്ട്. പുള്ളി കസ്റ്റഡി ഇരുന്ന സമയത്തൊക്കെ പോലീസിൻ്റെ അടുത്ത് കൂടെ സാറേ പൊറോട്ട വാങ്ങിച്ചതാ എന്നൊക്കെ പറയും. കാരണം എപ്പോഴും വിശപ്പുണ്ടെങ്കിൽ പൊറോട്ട വേണം. പോലീസ് അത് വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. പാലക്കാട്ടെ കസ്ബ SHO സുജിത്ത്, അവിടുത്തെ SIമാരായ അർഷാദ്, ബിപിൻ, മനോജ് കുമാർ, യേശുദാസൊക്കെ പൊറോട്ട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാകണം. കാരണം കസ്റ്റഡിയിൽ 2-3 ദിവസം ഉണ്ടായിരുന്നല്ലോ. അവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർ രാജീവുണ്ട്, സായൂജുണ്ട്, സുനിലുണ്ട്, ശ്രീലത, ഇവരൊക്കെ പൊറോട്ട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മോഷ്ടിക്കുന്ന കൂടുതലും പണമാണ്. ചെറിയ സംഖ്യ ആണെങ്കിലും എടുക്കും. കാരണം ചെറിയ സംഖ്യയ്ക്ക് പരാതി വരത്തില്ല, കേസ് വരില്ല എന്നറിയാം. 20 വർഷമായിട്ട് കേസുണ്ട്. കോട്ടയത്ത് ഒരാളുമായിട്ട് യോജിച്ചുകൊണ്ടുള്ള ഒരു മോഷണം നടത്തിയെന്നും സംശയിക്കുന്നുണ്ട് പോലീസ്. പക്ഷേ ഒറ്റക്കാരനാണ്, കൂടുതലും ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. ആരോടും കണക്ക് പറയണ്ട, ഷെയർ ചെയ്യേണ്ട. അത് എവിടെയുണ്ടെങ്കിലും പിൻവശത്തെ വാതിൽ പൊളിച്ചകത്ത് കയറും. ആളില്ലാത്ത സ്ഥലത്തേ കയറുള്ളൂ. ആളുള്ള വീട്ടിൽ കയറാൻ ഭയമായിരിക്കാം. ഏതായാലും ചന്ദ്രനഗർ വർക്ക്ഷോപ്പിലും കയറിയപ്പോൾ 6,000 രൂപയുടെ അവിടെ ആരും വർക്ക്ഷോപ്പിൽ പോലും ആളില്ല. എന്തായാലും ഈ പൊറോട്ട കള്ളനെ ഇപ്പം കസ്റ്റഡി എടുത്തു. മെയ്യിൽ ഉണ്ടായ സംഭവമാണ്. 8-10 മാസത്തിന് ശേഷമാണ് ഇയാളെ കിട്ടിയിരിക്കുന്നത്.
ഇയാൾ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ധാരാളം മോഷണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പല കേസിലും ജാമ്യത്തിൽ ഇറങ്ങി. പിന്നെ ഇയാളെ കാണാനൊക്കില്ല. കാരണം അഡ്രസ്സില്ല, വീടില്ല, സുഹൃത്തുക്കളില്ല. പിന്നെ രസിക്കുന്നത് മുഴുവൻ കിട്ടുന്ന പൈസയ്ക്ക് സുലഭമായ മദ്യം വാങ്ങിച്ച്, നല്ല മദ്യം വാങ്ങിച്ച് കഴിക്കും, ലഹരിയെ ഉപയോഗിക്കും, സ്ത്രീകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അങ്ങ് പോകുന്ന ഒരു ലൈഫാണ് ഈ മാർത്താണ്ഡംകാരനുള്ളത്. ഏതായാലും പാലക്കാട് കസ്ബ പോലീസിനെ അഭിനന്ദിക്കുന്നു. കാരണം കുറേ മാസങ്ങളായി അതുങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. പൊറോട്ട അനീഷ് എന്ന് പറയുന്നവനെ ഏതായാലും പിടിച്ചു. അന്ന് തന്നെ സംശയം ഉണ്ടായിരിക്കും, കാരണം ഫിംഗർ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഏതായാലും അവിടുന്ന് മോഷണം പോയ ഒരു മൊബൈൽ ചാർജർ അതും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടാവണം. ക്യാഷൊക്കെ ചിലവായിപ്പോയി, അതൊന്നും കിട്ടാൻ മാർഗ്ഗമില്ല. ആകെ അദ്ദേഹത്തിനെ പൂട്ടാനുള്ളത് ആ മൊബൈൽ ചാർജർ മാത്രമേ ഉള്ളൂ. ബാക്കി അദ്ദേഹത്തിന് CCTV ദൃശ്യത്തിനകത്ത് ഉണ്ടാവും എന്നാണ് കരുതുന്നത്. പിന്നെ ആളെ ഐഡൻറ്റിഫൈ ചെയ്തു. അതുകൊണ്ട് സാക്ഷികളൊന്നും വേണ്ട, അവിടെ കയറി എന്നുള്ള കാര്യം ഉറപ്പ്. 457, 350 പഴയ IPC അനുസരിച്ചുള്ള കുറ്റചാർജും കൊടുത്തിട്ടുണ്ടാവണം.